ഇടതുപക്ഷത്തെ പ്രശംസിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. രാജ്യത്തെ മുഖ്യ ശത്രു ബിജെപിയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും തകർത്തവരാണ് ബിജെപി. ബിജെപി രാജ്യത്തോട് ചെയ്തതുപോലെയൊന്നും ഇടതുപക്ഷം ചെയ്തിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു. ഇടതുപക്ഷം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാത്ത പ്രസ്ഥാനമെന്നും രാഹുൽ ഗാന്ധി ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിച്ചു. ഞാൻ തീർച്ചയായും വ്യത്യസ്തമായി തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷത്തെയും RSSനെയും വ്യത്യസ്തമായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Of course we fight the left in Kerala. തീർച്ചയായും കേരളത്തിൽ നമ്മൾ ഏറ്റുമുട്ടുന്നത് ഇടതുമുന്നണിയോട്. But the left has never done what the RSS is doing. പക്ഷേ RSS ഈ രാജ്യത്തോട് ചെയ്തത് ഒരിക്കലും ഇടതുപക്ഷം ചെയ്തിട്ടില്ല. The left has never questioned the institutions of this country. ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒരിക്കലും ഇടതുപക്ഷം ചോദ്യം ചെയ്തിട്ടില്ല. The left has never questioned the constitution of this country. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഇടതുപക്ഷം ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. And the left has never attempted to destroy the institutions of this country. ഒരിക്കലും ഇടതുപക്ഷം ഈ സ്ഥാപനങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തകർക്കുവാൻ ശ്രമിച്ചിട്ടില്ല. And the battle today is to protect the institutions of this country from the RSS, BJP and Narendra Modi. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ നരേന്ദ്രമോദിയിൽ നിന്നും RSS നിന്നും BJPയിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന സാക്ഷരതയും ഉന്നത വിദ്യാഭ്യാസ നേട്ടങ്ങളെയും പുകഴ്ത്തി രാഹുൽ ഗാന്ധി. കേരളം സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയുമുള്ള സംസ്ഥാനമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കൊടിക്കുന്നിലിനെ വാഴ്ത്തിയ രാഹുൽ പ്രേമചന്ദ്രനെ പരിചയപ്പെടുത്തിയില്ല. നരേന്ദ്രമോദിയുടെ നയങ്ങളെ വിമർശിച്ച രാഹുൽ ഗാന്ധി കേരളത്തെ വാഴ്ത്തി. മതസൗഹാർദ്ദവും സാഹോദര്യവുമുള്ള കേരളം മികച്ചതാണെന്നും ഇവിടുത്തെ സാക്ഷരതയും വിദ്യാഭ്യാസ നേട്ടങ്ങളും പ്രശംസനീയമാണെന്നും അതും മറ്റുള്ള രാജ്യങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. I chose Kerala because you are a very, very good example of this philosophy. Your history of tolerance, your history of understanding different cultures, your history of being connected to the rest of the world, not with a inferiority, but with an openness, not with fear, but with confidence. UDF സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിലിനെ ചേർത്തുപിടിച്ച് പ്രശംസിച്ച രാഹുൽ ഗാന്ധി പ്രേമചന്ദ്രനെ ആശംസിച്ചില്ല. ഒടുവിൽ മുല്ലപ്പള്ളി ഇടപെട്ടപ്പോഴും സ്വയം പരിചയപ്പെടുത്താൻ രാഹുൽ നിർദ്ദേശിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തെയും ഇടതുപക്ഷത്തെയും പുകഴ്ത്തിയ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിന്റെ സന്ദേശമെന്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയതയ്ക്കും മതനിരപേക്ഷതയ്ക്കും വേണ്ടി നിലകൊള്ളുന്നവരാണ് ഇടതുപക്ഷം. എന്നാൽ രാഹുൽ ആരെയാണ് തകർക്കാൻ ശ്രമിക്കുന്നതെന്നും ഇടതുപക്ഷത്തിന്റെ കരുത്ത് രാഹുൽ വയനാട്ടിൽ കാണാൻ പോകുന്നതേയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇന്ന് വന്നിട്ട് പറയാണ്, ഈ കേരളത്തിന്റെ ഒരു മഹിമ കണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. മലയാളി എന്ന് പറഞ്ഞാൽ രാജ്യമാകെ അംഗീകരിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. തരക്കേടില്ലത്. ആരെ നേരിടാനാ? ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ മത്സരത്തിലൂടെ നൽകുന്ന സന്ദേശമെന്ത്? കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ നൽകുന്ന സന്ദേശം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയാണ് തകർക്കേണ്ടത്, ഇടതുപക്ഷത്തെയാണ് രാജ്യത്ത് തകർക്കേണ്ടത്. അതാണോ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നില? നമ്മുടെ രാജ്യം വർഗീയതയുടെ ഏറ്റവും വലിയ ആപത്ത് നേരിടുമ്പോൾ ആ വർഗീയതക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ച് രാജ്യത്താകെ നിന്നത് ഇടതുപക്ഷമല്ലേ? പത്തനംതിട്ടയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ മുതിർന്ന നേതാവ് PJ കുര്യന് വ്യാപക വിമർശനം. RSSനെയും BJPയുമാണ് നാം നേരിടുന്നത് എന്ന് രാഹുൽ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ കുര്യൻ അത് നാം നേരിടുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെയും BJPയുമാണ് എന്നാക്കി തർജ്ജമ ചെയ്തു. പ്രസംഗത്തിന്റെ തുടക്കം മുതൽ തന്നെ പിഴവുകളും നാക്കുപിഴയും കുര്യന്റെ തർജ്ജമയിൽ ഇടം പിടിച്ചു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഇടതുപക്ഷ വിരോധം വ്യക്തമാക്കുന്നതായിരുന്നു PJ കുര്യന്റെ പരിഭാഷ. പത്തനംതിട്ടയിലെ UDF പ്രചാരണ വേളയിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ പരിഭാഷപ്പെടുത്തിയത്. എന്നാൽ രാഹുലിന്റെ വാക്കുകളുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കുര്യന്റെ പരിഭാഷയ്ക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നുവരുന്നത്. RSSനും BJPക്കുമെതിരായ ഒരു പോരാട്ടത്തിലാണ് നമ്മളിപ്പോൾ എന്ന രാഹുൽ ഗാന്ധിയുടെ ഇംഗ്ലീഷ് പ്രസംഗ ഭാഗത്തെ
നാം നേരിടുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെയും BJP-യുമാണ് എന്നാക്കിയായിരുന്നു കുര്യന്റെ തർജ്ജമ. RSS എന്നതിനെ PJ കുര്യൻ മാർക്സിസ്റ്റ് പാർട്ടി എന്നാക്കി തർജ്ജമ ചെയ്തതിൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നുവരുന്നത്. We are currently involved in a fight with the RSS BJP. നമ്മള് മാർക്സിസ്റ്റ് പാർട്ടിയും BJP-യുമായിട്ട് ഒരു തികഞ്ഞ കടുത്ത മത്സരത്തിലാണ്. കേരളത്തിൽ CPIM-നെതിരെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സംസാരിക്കാത്ത രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ പത്തനാപുരത്ത് സംസാരിച്ചപ്പോഴും CPIM-നെതിരെ ഒരു ഘട്ടത്തിൽ പോലും വിമർശിച്ചില്ല എന്നിരിക്കെയാണ് PJ കുര്യൻ രാഹുലിന്റെ വാക്കുകളെ തെറ്റായി തർജ്ജമ ചെയ്തത്. പ്രധാനമന്ത്രി ഘട്ടം ഘട്ടമായി പല പദ്ധതികളും വാഗ്ദാനം നൽകുന്നുണ്ട് എന്നത് പ്രധാനമന്ത്രി പടിപടിയായി പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് എന്നാക്കിയായിരുന്നു കുര്യന്റെ മറ്റൊരു തർജ്ജമ. പരിഭാഷയിൽ തുടക്കം മുതൽ പലയിടത്തും വലിയ പിഴവുകളും നാക്കുപിഴയും കുര്യന്റെ തർജ്ജമയിൽ ഇടം പിടിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മംഗലാപുരത്ത് നിന്ന് അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി 5 മണിക്കൂർ കൊണ്ട് കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ച പിഞ്ചുകുഞ്ഞിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്നും 24 മണിക്കൂർ നിരീക്ഷണത്തിലാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. ആംബുലൻസിന് സൗകര്യമൊരുക്കണമെന്നും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന നാട് ഏറ്റെടുക്കുകയായിരുന്നു. ചികിത്സയുടെ പൂർണ്ണ ചിലവുകൾ സർക്കാർ വഹിക്കുമെന്ന് ആരോഗ്യമന്ത്രിയും അറിയിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രസാദ് ചേരുകയാണ്. വിഷ്ണു, ഒരു കുഞ്ഞു ഹൃദയം രക്ഷിക്കാനുള്ള വലിയ ദൌത്യമായിരുന്നു ഇന്ന് കേരളം ഒന്നാകെ ഏറ്റെടുത്തത്. കുഞ്ഞിന്റെ ആരോഗ്യനില സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരം എന്താണ് നമുക്ക് ലഭിക്കുന്നത്? തീർച്ചയായും രേഷ്മ, നമ്മൾ ഹൃദയം കൊണ്ട് നന്ദി പറയുക കേരളത്തിലെ മുഴുവൻ മനുഷ്യരോടും. കാരണം സോഷ്യൽ മീഡിയ ഒരിക്കൽ കൂടി അതിന്റെ കരുത്ത് കാണിച്ചിരിക്കുകയാണ്, അതിന്റെ ആ ഒരു വിശ്വരൂപം കാണിച്ചിരിക്കുകയാണ്. കാരണം ഒരു പ്രളയകാലത്ത് ഒരു സോഷ്യൽ മീഡിയ എങ്ങനെ പ്രവർത്തിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് കാണിച്ചവരാണ് നമ്മൾ മലയാളികൾ. വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ അത് തെളിയിച്ചിരിക്കുന്നു. ആ കുഞ്ഞു ഹൃദയം സുരക്ഷിതമായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു. ചുരുങ്ങിയ സമയം 400 കിലോമീറ്ററിലധികം ദൂരം വെറും 5 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ടാണ് ഹസൻ എന്ന് പറയുന്ന കാസർഗോഡ് ഉദുമ സ്വദേശി ആ ഹൃദയവുമായി കുതിച്ചെത്തിയത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയുണ്ടായിരുന്നു സമൂഹ മാധ്യമത്തിൽ, കുഞ്ഞിന്റെ കുഞ്ഞുമായി വരുന്നുണ്ട്, ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. ജാതി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ കുഞ്ഞിനു വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നു നാടൊട്ടുക്കും. സാധാരണയായി ഗതാഗതക്കുരുക്കുണ്ടാകാറുള്ള നഗരങ്ങൾ പോലും വിജനമായി കൃത്യമായി ആ ആംബുലൻസിന് കടന്നു പോകാൻ തക്ക പാകത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. എവിടെയും ഒരു നിമിഷം പോലും വാഹനം നിർത്തേണ്ടി വന്നില്ല. മലപ്പുറം ജില്ലയിൽ ഒരല്പസമയം പെട്രോൾ നിറയ്ക്കുന്നതിന് മാത്രമായി ആ ഒരു വാഹനം നിർത്തിയിരുന്നു. എന്നാൽ തന്നെയും ആ ദൂരം ഈ നമ്മുടെ ഹസൻ എന്ന് പറയുന്ന ഡ്രൈവർ, അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ ഹീറോ, അദ്ദേഹത്തിന്റെ മികവിൽ ഓടിയെത്തുകയായിരുന്നു. എന്തായാലും വളരെ മണിക്കൂറുകൾ ലാഭിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കൂടാതെ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ്. അത് ഇന്ന് കുട്ടിയെ പരിശോധിച്ച ബ്രിജേഷ് എന്ന് പറയുന്ന ആശുപത്രിയിലെ ഡോക്ടർ നമ്മോട് വ്യക്തമാക്കുകയുണ്ടായി. കുട്ടിക്ക് പ്രധാനമായും 3 പ്രശ്നങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കുട്ടിയുടെ ഹൃദയത്തിന്റെ വാൽവിന് ഗുരുതരമായ തകരാറുണ്ട്, ഹൃദയത്തിൽ ദ്വാരമുണ്ട്, കൂടാതെ ഹൃദയത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഞരമ്പുകളിലും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിയെ 24 മണിക്കൂർ നിരീക്ഷണത്തിൽ, ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ കിടത്തിയിട്ടുള്ളത്. കുട്ടിയെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. തലച്ചോറിനും ആന്തരികാവയവങ്ങൾ, വൃക്ക പോലെയുള്ള ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം അത് തൃപ്തികരമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും 24 മണിക്കൂർ നിരീക്ഷണത്തിലായിരിക്കും. തുടർന്ന് നാളെ ഇക്കാര്യത്തിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞിന്റെ ബാക്കി നടപടികളെ, ചികിത്സാ നടപടികളെ കുറിച്ച് നാളെ വ്യക്തമാക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്കൊപ്പം ഈ നന്ദി പറയേണ്ട കേരള സർക്കാരിന് കൂടിയാണ്. ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുഞ്ഞിന്റെ പൂർണ്ണമായ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. ആരോഗ്യമന്ത്രി എടുത്ത പ്രത്യേക തീരുമാനം അല്ലെങ്കിൽ ആ സന്ദർഭോചിതമായി ആരോഗ്യമന്ത്രിയുടെ ഒരു തീരുമാനം തന്നെയായിരുന്നു കുട്ടിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ളത്. ആ നിർദ്ദേശം ആശുപത്രി അധികൃതരും പാലിച്ചു. കൂടാതെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഡ്രൈവർ ഹസൻ നമ്മളോട് ആദ്യം നന്ദി പറഞ്ഞത് പോലീസിനാണ്. കാരണം ഓരോ ജില്ലയിലും മതിയായ സുരക്ഷയും സൗകര്യങ്ങളും ഒരുക്കി പോലീസ് ഉണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, ആഭാലവൃദ്ധൻ ജനങ്ങളുണ്ടായിരുന്നു. അവർ പോലീസിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു ഹൃദയം തങ്ങളുടെ കുഞ്ഞാണ് എന്ന് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു കുഞ്ഞിന് വേണ്ടി അവർ ഒരുങ്ങിയപ്പോൾ പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ ആ കുഞ്ഞു ഹൃദയം ഇവിടെ കൊച്ചിയിൽ എത്തിയിരിക്കുന്നു, സുരക്ഷിതമായി എത്തിയിരിക്കുന്നു. ആ കുഞ്ഞ് നിരീക്ഷണത്തിലാണ്. എല്ലാ വെന്റിലേറ്റർ സഹായത്തോടെയാണ് കുഞ്ഞിനെ 15 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു ഹൃദയം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ കൂടുതൽ വിശദമായി ഈ ഒരു നിരീക്ഷണത്തിന് ശേഷം പറയാമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. രേഷ്മ.
മംഗലാപുരത്ത് നിന്ന് അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി 5 മണിക്കൂർ കൊണ്ട് കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ച പിഞ്ചു കുഞ്ഞിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്നും 24 മണിക്കൂർ നിരീക്ഷണത്തിലാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രസാദ് നൽകിയത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. 97 മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുക. ഉത്തരേന്ത്യയിലെ 43 മണ്ഡലങ്ങളിലും ദക്ഷിണേന്ത്യയിലെ 54 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. തമിഴ്നാടും കർണാടകയും വ്യാഴാഴ്ച എങ്ങനെ വിധി എഴുതുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് സാധ്യത കൽപ്പിക്കുന്നത് കർണാടകയിൽ മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുള്ളതിനാൽ മായാവതിക്കും യോഗി ആദിത്യനാഥിനും ഇന്ന് പ്രചരണം നടത്താനും കഴിഞ്ഞില്ല. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളും കർണാടകയിലെ 14 മണ്ഡലങ്ങളും മഹാരാഷ്ട്രയിലെ 10 മണ്ഡലങ്ങളും ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളും ആസാം, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിലെ 5 മണ്ഡലങ്ങളും ജമ്മു കാശ്മീരിലെ 2ഉം പശ്ചിമബംഗാളിലെ 3ഉം മണിപ്പൂർ, ത്രിപുര എന്നിവിടങ്ങളിലെ ഓരോ മണ്ഡലങ്ങളിലും പുതുച്ചേരിയിലുമാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക. 5 മണിയോടെ 97 മണ്ഡലങ്ങളിലെയും പരസ്യപ്രചാരണം അവസാനിച്ചു. ഇനി നിശബ്ദ പ്രചരണം. തമിഴ്നാടും കർണാടകയും വ്യാഴാഴ്ച എങ്ങനെ വിധിയെഴുതുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ബിജെപിക്ക് സാധ്യത കൽപ്പിക്കുന്നത് കർണാടകയിൽ മാത്രം. കർണാടകയിൽ കോൺഗ്രസും ജെഡിഎസും സഖ്യത്തിലാണ് മത്സരിക്കുക. ശക്തമായ പോരാട്ടം നടക്കുന്നത് തുംകൂർ, മാണ്ഡ്യ, ദക്ഷിണ കന്നഡ, ചിക്കബല്ലാപൂർ എന്നീ മണ്ഡലങ്ങളിലാണ്. എൻഡിഎ മേൽക്കൈ നേടുമെന്നാണ് സർവേകളെങ്കിലും 2014 17 സീറ്റ് നേട്ടം ആവർത്തിക്കാൻ എൻഡിഎക്ക് കഴിയില്ലെന്നാണ് വിലയിരുത്തലുകൾ. ദക്ഷിണ കന്നഡയിൽ നിന്ന് നളിൻ കുമാർ കട്ടീനാണ് ബിജെപി സ്ഥാനാർത്ഥി. ബാംഗ്ലൂരു നോർത്തിൽ നിന്നും ഡിവൈ സദാനന്ദഗൌഡയും മാണ്ഡ്യയിൽ നിന്ന് സുമലത ബിജെപി സ്വതന്ത്രയായുമാണ് ജനവിധി തേടുന്നത്. അതേസമയം ചിക്കബല്ലാപൂരിൽ നിന്ന് വീരപ്പ മൊയ്ലിയും തുംകൂരിൽ നിന്ന് ജെഡിഎസിന്റെ ദേവഗൌഡയും മത്സരിക്കും. മികച്ച വിജയം കൈവരിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജെഡിഎസ് കോൺഗ്രസ് സഖ്യം. എന്നാൽ കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ ജെഡിഎസിനകത്ത് നിന്നുള്ള അസ്വാരസ്യങ്ങൾ തിരിച്ചടിയായേക്കും. അതേസമയം തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കോൺഗ്രസ് DMK സഖ്യത്തിന് മേൽക്കൈ എന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിലാണ് വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുക. ബുലന്ദ്ഷഹർ, ഫത്തേപൂർ സിക്രി, ഹത്രസ് തുടങ്ങിയ 8 സീറ്റുകളും മായാവതിക്കുള്ള പരീക്ഷണം കൂടിയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കുള്ളതിനാൽ മായാവതിക്കും യോഗി ആദിത്യനാഥിനും ഇന്ന് പ്രചരണം നടത്താനും കഴിഞ്ഞില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ത്രിപുരയിലെയും പശ്ചിമബംഗാളിലെയും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി CPM രംഗത്തെത്തി. ത്രിപുരയിലും പശ്ചിമബംഗാളിലെയും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് CPM ആരോപിച്ചു. വർഗീയത പറഞ്ഞും സൈന്യത്തിന്റെ പേരിലും വോട്ട് തേടുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വെസ്റ്റ് ത്രിപുരയിലും പശ്ചിമബംഗാളിലെ 2 മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടന്നത്. എന്നാൽ വോട്ടെടുപ്പിൽ വ്യാപക അട്ടിമറി നടന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CPIM ദില്ലിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പല ബൂത്തുകളിലും അർദ്ധസൈനിക വിഭാഗത്തിന്റെ സുരക്ഷയോ CCTV ക്യാമറകളോ ഉണ്ടായിരുന്നില്ല. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും വോട്ട് ചെയ്യാനെത്തിയ പാർട്ടി പ്രവർത്തകരെ മർദ്ദിച്ച് തിരിച്ചയക്കുകയും ചെയ്തു. ഇതിനു പുറമെ ബൂത്ത് ഏജന്റുമാരെ പോളിംഗ് ബൂത്തിൽ പ്രവേശിക്കാനും സമ്മതിക്കാത്ത സാഹചര്യവും ഉണ്ടായി. അട്ടിമറി നടന്ന 464 ബൂത്തുകളിൽ റീപോളിംഗ് നടത്തണമെന്ന് CPIM ആവശ്യപ്പെട്ടു. പശ്ചിമബംഗാളിലും ത്രിപുരയിലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. एक तरह से इलेक्शन कमीशन खुद नारा देता है कि हर इंसान को जिसका वोट का अधिकार है उस वोट का अधिकार का रक्षा हम करेंगे, और यहाँ पर खुलेआम उसी अधिकार का उल्लंघन हो रहा है, तो कार्रवाई करिए आप. तो हम ये कह रहे हैं 464 बूथों में जो रिगिंग हुई वहाँ पर दोबारा റീപോൾ करवाइए. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും യെച്ചൂരി ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശം ഉണ്ടായിട്ടും സൈന്യത്തിന്റെ പേരിൽ BJP വോട്ട് തേടുകയാണ്. സൈന്യത്തിന്റെ പേരിലും വർഗീയത പറഞ്ഞും വോട്ട് തേടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കുമെതിരെ കമ്മീഷൻ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സീതാറാം യെച്ചൂരി ചോദിച്ചു. പോളിറ്റ് ബ്യൂറോ അംഗമായ നീലോൽപൽ ബസു, വെസ്റ്റ് ത്രിപുരയിലെ സിറ്റിംഗ് MPയും സ്ഥാനാർത്ഥിയുമായ ശ്യാമപ്രസാദ് ദത്ത എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി.